ലോകത്തെ ഞെട്ടിച്ച സംഭവം തന്നെയാണ് വെനസ്വേലൻ പ്രസിഡന്റിനെ അമേരിക്ക തട്ടിക്കൊണ്ടുപോകുന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതൊരു ഡിപ്ലോമസിയുടെ ഭാഗം ഇതൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ, ഇന്റർനാഷണൽ ന്യൂസ് പേപ്പറൊക്കെ അതിന് പല വ്യാഖ്യാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം നടത്തുന്ന യൂണിപോളാർ, അവരാണ് ലോകത്തെ ഭരിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ചായിരിക്കണം ലോകം പോകേണ്ടത്. അതിന് ആരെങ്കിലും തടസ്സമായിട്ട് നിന്നാൽ അവരെ പാഠം പഠിപ്പിക്കും. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി ഇപ്പം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ലോകത്തിലെ എത്ര രാജ്യങ്ങൾ ഇതിനെ ശക്തമായ ഭാഷയിൽ കണ്ടം ചെയ്തു. ചൈന ഒരു റൊട്ടീൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു. മെക്സിക്കോ വലിയ രീതിയിൽ പറഞ്ഞു. കാരണം ഇനി അടുത്ത അവർക്കാണ് ട്രംപ് വാർണിംഗ് കൊടുത്തു. മറ്റുള്ള രാജ്യങ്ങൾ എന്താണ് ഇത്ര നിശബ്ദമായിട്ടിരിക്കുന്നത്? കാരണം റഷ്യ തകർന്നു പോയി. ഇന്നലത്തെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ് മനസ്സിലാക്കേണ്ടത്. വരാൻ പോകുന്ന 10, 20 അല്ലെങ്കിൽ 25, 30, 50 കൊല്ലം അമേരിക്ക ഇത് ലോകം മുഴുവനും നടപ്പിലാക്കുന്നു. അതാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അവരിത് ലോകം മുഴുവനും നടപ്പിലാക്കും. അതിൻ്റെ ഒരു സൂചനയാണ് അവർ തന്നത്. അമേരിക്ക ബിക്കം സ്ട്രോങ് അഗെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്കോണമി മാത്രമല്ല ധരിക്കേണ്ടത്. എക്കോണമി അതിൻ്റെ മറ്റൊരു ഫാക്ടറാണ്. കാരണം എക്കോണമി വേണം, മിലിറ്ററി മൈറ്റി പവർ വേണം. പിന്നീട് ലോകത്തെ എങ്ങനെ ഭരിക്കണം, അതാണ് അമേരിക്കൻ ഡിപ്ലോമസിയെ പറ്റി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. നമ്മൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പോലെ അല്ല. ഒരു പ്രാവശ്യം കെട്ടിപ്പിടിച്ചു, ചിരിച്ചു, നമസ്തേ ട്രംപ് ഒന്നും പറയുന്നതല്ല ഈ അമേരിക്ക. ഇനി ട്രംപ് മാറിയിട്ട് അവിടെ വേറൊരു സക്സസർ വരുന്നു. അയാൾ വിദ്യാസമാനം തന്നെ ആയിരിക്കും. പക്ഷെ ട്രംപ് എന്ന് പറയുന്ന ആള് എന്തും ചെയ്യും. അതാണ് അയാളുടെ പ്രത്യേകത. അയാൾ എന്തും ചെയ്യും. അയാൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരു സാമ്യവും ഇല്ല. നമ്മളത് ചിന്തിക്കുകയേ ചെയ്യരുത്. അയാൾ എന്തും ചെയ്ത് കളയും. ഇപ്പം ഇതെങ്ങനെയാണ് ഈ ഓപ്പറേഷൻ ഉണ്ടായത് മനസ്സിലാക്കണം. നിക്കോളാസ് മഡുറോ, ഇദ്ദേഹം ഒരു സനാതനിയായ ഇന്ത്യയുടെ പഴയ സായിബാബ, പുട്ടപർത്തിയിലുള്ള സായിബാബയുടെ ശിഷ്യനാണ്. അദ്ദേഹത്തെ കാണാൻ 2005 അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, മൊഡറോവിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ സായി ഭക്തരെ മുഴുവനും അങ്ങ് അടുപ്പിച്ചു. ഗ്ലോബലായിട്ട് പല ആൾക്കാരും സായി ഭക്തർ വരുന്നു, അയാളെ കാണുന്നു, അവർ സ്കൂൾ നടത്താനും ആശുപത്രി നടത്താനും മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അമേരിക്ക അതങ്ങ് ഉപയോഗിച്ചു. ഇന്ത്യക്കാരായിട്ടുള്ള അമേരിക്കൻ ഫോഴ്സിലെ ഇന്റലിജൻസിലുള്ള പല ആൾക്കാരെ സായി ഭക്തരായിട്ട് ഈ നിക്കോളാസ് മഡുറോ അതിൻ്റെ അകത്ത് മുഴുവൻ ഇവരങ്ങ് കയറി. ഏകദേശം ഒരു ഇന്റർനാഷണൽ ന്യൂസ് വീക്കിലി പറയുന്നത് 10 or 50 CIA ചാരന്മാര് സായി ഭക്തന്മാരായിട്ടും സനാതനികളുമായിട്ടും ഈ പ്രസിഡന്റിന്റെ ക്യാമ്പിനകത്ത് കയറി. അദ്ദേഹം എന്താണ് ആഹാരം കഴിക്കുന്നത്, ഇവരെ ഗുരുതുല്യന്മാരായിട്ട് ഇയാൾ നമസ്കരിക്കാനും കാലേ തൊടുന്ന പരിപാടി ഒക്കെ അങ്ങ് തുടങ്ങി. ഇയാൾ വലിയൊരു സായി ഭക്തനായിട്ട് അങ്ങ് മാറി. ഇത് പൂർണ്ണമായിട്ടും ഇവരങ്ങ് മുതലെടുത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനോ പോലും ഇല്ല ഒരേ സമയം 5000 പട്ടാളക്കാരുടെ സെക്യൂരിറ്റി. കരാക്കസിൽ, വെനസ്വേലിയൻ ക്യാപിറ്റലിൽ 5000 പട്ടാളക്കാരുടെ സെക്യൂരിറ്റിയുള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു ഈ പറയുന്ന നിക്കോളാസ് മഡുറോ. ആലോചിക്കണം, ഇതിനകത്ത് എങ്ങനെ പെനട്രേറ്റ് ചെയ്യുന്നേ. അതോ 12 or 13 ലെയറാണ് ഈ സെക്യൂരിറ്റി. വെനസ്വേലിയൻ എലൈറ്റ് ഫോഴ്സാണ് സെക്യൂരിറ്റിയുടെ മുഴുവൻ ഇൻചാർജ്. അതിൻ്റെ അകത്ത് പെനട്രേറ്റ് ചെയ്ത് അമേരിക്കൻ CIA അതേപോലെ തന്നെ അമേരിക്കൻ ഡെൽറ്റ ഫോഴ്സ്
1-1.5 മണിക്കൂർ കൊണ്ട് ഈ ഓപ്പറേഷൻ സക്സസ് ആക്കി കഴിഞ്ഞപ്പോൾ നിങ്ങളപ്പോൾ എന്തോ ധരിക്കുന്നത് പെട്ടെന്ന് കൊണ്ടായോ? അതിനകത്ത് ഇയാളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇസണ്ടങ്ങും പഠിച്ചങ്ങും മനസ്സിലാകും. അതാ പറഞ്ഞത് മാസങ്ങളെടുത്ത് ഉണ്ടാക്കിയെടുത്തൊരു ഓപ്പറേഷനാണിത്. കാരണം ഇയാൾക്കറിയാം ഇയാളെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിൽ ഇയാൾ 8ഓളം ലൊക്കേഷനിൽ മാറി പോയി. ഇത് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, ന്യൂയോർക്ക് ടൈംസാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ എക്കണോമിസ്റ്റും ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അത്രമാത്രം സെക്യൂരിറ്റി ഉള്ള രീതിയിലാണ് ഭയന്നിട്ട് ഇയാൾ ഈ വെന്യൂസിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഇയാളോട് നേരത്തെ പറഞ്ഞു നവംബർ 25 പ്രസിഡന്റ് ട്രംപുമായിട്ട് ഇയാൾ ടെലിഫോണിക് കോൺവെർസേഷൻ നടത്തി. അന്ന് ട്രംപ് ഇയാളോട് പറഞ്ഞു നിങ്ങൾ അങ്ങ് ടർക്കിയിലോട്ട് അങ്ങ് പോവുക. അന്ന് ഇയാൾ ആദ്യം ഇത് ചെയ്യാമെന്ന് പറഞ്ഞു, പിന്നീട് ഇത് റെഫ്യൂസ് ചെയ്തു. പിന്നീട് 2ാമത് പ്രാവശ്യം ഡിപ്ലോമാറ്റിക്കലി ഇയാളോട് സംസാരിച്ചു നോക്കി. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഈ പറയുന്ന നാർക്കോ കാർട്ടലോ ഇതൊന്നും അല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്. പ്രധാനപ്പെട്ടത് പെട്രോ ഡോളർ. ഇയാളുടെ ഈ വെനീസിലെയും റഷ്യയും ചൈനയും ഇറാനും കൂടെ ചേർന്ന് അമേരിക്കയുടെ പെട്രോ ഡോളറിനെ തകർക്കാൻ ശ്രമിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം വ്യാപാരം നടത്തുന്ന ഡോളറിൽ അത് മാറ്റിയിട്ട് ഇവർ വേറെ കറൻസി ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതിൻ്റെ പേരിലാണ് ബ്രിക്സുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് വാൺ ചെയ്തിരിക്കുന്നത്. അവരുടെ കറൻസി അവർ തൊടാൻ സമ്മതിക്കത്തില്ല. അതായിരിക്കണം ലോകത്തിൻ്റെ വിനിമയം, അതവരുടെ ഡിമാൻഡ്. അതേപോലെ തന്നെ ക്രൂഡ്. ഇന്നലത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഉള്ളൊരു രാജ്യമാണ്, ഡിപ്പോസിറ്റ് ഉള്ള രാജ്യമാണ്. അവർക്കത് എക്സ്പ്ലോർ കൂടുതലായിട്ട് ചെയ്യാൻ അവരുടെ ആ രാജ്യത്തിൻ്റെ പണമില്ല. ഹൂഗോ ഷാവേഴ്സ്, അത് നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ്, അത് നാഷണലൈസ് ചെയ്ത് കഴിയുമ്പോൾ അമേരിക്കൻ കമ്പനികൾ തിരികെ അന്ന് മുതൽ ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു. അമേരിക്കയ്ക്ക് എപ്പോഴും എനർജിയുടെ മേളിൽ ഒരു ഡോമിനേഷൻ വേണം. അതിൽ വേറൊരാളെ അവർ തൊടാൻ സമ്മതിക്കത്തില്ല. അവിടെ ചൈന കയറാൻ ശ്രമിച്ചു, പ്രശ്നം തുടങ്ങി. അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവനും സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഈ പറയുന്ന കാർട്ടലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കാർട്ടൽ വരുന്ന രാജ്യം ഈ രാജ്യമൊന്നുമല്ല, കൊളംബിയ, ചിലി. അപ്പോൾ അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. ഇവിടെ ഈ പറയുന്നത്, അതായത് മറ്റുള്ള ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്ന വെനൂസിലിയൻ പട്ടാളവും ഈ പറയുന്ന നിക്കോളാസ് മർഡോവും ഇവരൊക്കെ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമാണ്. കാരണം ഒരു പട്ടണ രാജ്യമായി പോയി. സാങ്ഷനും അമേരിക്കൻ സാങ്ഷനും മറ്റുള്ള സാങ്ഷനും എല്ലാം കൂടുമ്പോൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. ഈ പറയുന്ന വെനൂസിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക്, അതായത് ONGCക്കും മറ്റുള്ള കമ്പനിക്കും 2013 മുമ്പ് വരെയുള്ള ഡീല് ചെയ്തതിൻ്റെ ഏകദേശം $1 ബില്യൺ ഇന്ത്യക്ക് കൊടുക്കാനുണ്ട്. ഇന്ത്യ ഹ്യൂജായിട്ട് അവിടുന്ന് ഏകദേശം വലിയ രീതിയിൽ ക്രൂഡ് വാങ്ങിയിരുന്നു. അത് മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് മുഴുവനും അത് ഉണ്ടാക്കിയെടുത്തതും മുഴുവനും ഇന്ത്യൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ്. ആ കമ്പനികളുടെ പണം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോഴാണ് ഈ സാങ്ഷൻ കയറി വരുന്ന ആ പണം കിട്ടിയുമില്ല. പിന്നീട് ഇന്ത്യക്ക് അത് വ്യാപാരം നടത്താൻ പറ്റിയിട്ടില്ല. കാരണം ഇന്ത്യൻ ഓപ്പറേഷൻ അവിടെ മുഴുവനും ക്ലോസ് ആയിപ്പോയി. ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ പറയുന്ന വെനൂസിലയുടെ താൽക്കാലിക ഭരണം അമേരിക്ക പിടിച്ചെടുത്തു. അമേരിക്ക പറഞ്ഞു അമേരിക്ക റൺ ചെയ്യും. അമേരിക്കൻ മൾട്ടി ബില്യനേഴ്സ് ആയിട്ടുള്ള ക്രൂഡും പെട്രോളിയം എനർജി കമ്പനികൾ അങ്ങോട്ട് പോവുകയാണ്. മനസ്സിലാക്കിയോളൂ, വീണ്ടും അമേരിക്കയുടെ മേധാവിത്യം ഈ ഫീൽഡിലോട്ട് വരും. പിന്നീട് അതിനുശേഷം അവർ ഇറാനിലും കൂടെ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ക്രൂഡിൻ്റെ കാര്യത്തിൽ അമേരിക്കയായിരിക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ, ഏകദേശം 70 മുതൽ 75-80% അവർ ഡോമിനേറ്റ് ചെയ്യും. ഈ അറബ് രാജ്യങ്ങൾ പോലും അമേരിക്ക പറയുന്ന രീതിയിലാണ് ക്രൂഡിൻ്റെ വ്യാപാരം നടത്തുന്നത്. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ ലോബിയും പൊളിറ്റിക്കൽ ലോബിയും, പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്നവർ അവിടുത്തെ വലിയ കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ എനർജിയുമായിട്ടുള്ള ബന്ധപ്പെട്ടവരാണ് ക്രൂഡ്. അതിൻ്റെ പേരിൽ ടെസ്ലയുമായിട്ട് പിണങ്ങിയ ആളാണ് ഇലോൺ മസ്ക് എടുത്ത് പുറത്ത് കളഞ്ഞു. ഇലക്ട്രിക്കും ക്രാപ്പും കോപ്പും ഒന്നും ഇവിടെ വേണ്ട,
ഇവിടെ ഈ സംഭവം മതി. അതുകൊണ്ടാണ് അവർക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഗ്രീൻ എനർജിക്ക് കൊടുത്തിരുന്ന ഡിസ്കൗണ്ടും സബ്സിഡി പോലും എടുത്ത് ദൂരെ കളഞ്ഞു. പാരീസ് ക്ലൈമറ്റ് എടുത്ത് തോട്ടി കളഞ്ഞു. അപ്പൊ അവരുടെ താല്പര്യം അനുസരിച്ച്, അവിടുത്തെ പണക്കാരുടെയും കോർപ്പറേറ്റ്സിന്റെയും താല്പര്യം അനുസരിച്ച് പൊയ്ക്കോണം. അത് അമേരിക്ക വരുന്ന ഭരണാധികാരികൾ, പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി, അവരാരൊക്കെയാണ് അതിന്റെ ഫണ്ട് ചെയ്യുന്ന അവരുടെ താല്പര്യങ്ങളാണ് പ്രാധാന്യം. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് അവരുടെ ഓപ്പറേഷൻ മെത്തഡോളജി. നിങ്ങൾക്ക് അവരെന്തും ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. പക്ഷെ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ അവർ ശത്രുവായി. അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞത്, ഇന്ത്യ എന്ന് പറഞ്ഞൊരു മഹാരാജ്യത്തിനൊന്നും ഈ പറയുന്ന ഒരു ഇന്ത്യയുടെ ഒരു നേതൃത്വമൊന്നും അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അത്ര ആയിട്ടില്ല. ഹ്യൂജ് സൈസ് ഓഫ് എക്കോണമി, ലോകം മുഴുവൻ അവർക്ക് ബേസ് ഉണ്ട്. അവർ നമ്മുടെ ശത്രുക്കളെ മുഴുവൻ അടുപ്പിക്കും, കാരണം ഇന്ത്യ വീക്ക് ചെയ്യാൻ വേണ്ടി. ഇതവരുടെ തന്ത്രമാണ്. അല്ല ഒരു സുപ്രഭാതത്തിൽ കയറി അമേരിക്ക ചെയ്യുന്ന പോലെ നമ്മളെവിടെയെങ്കിലും കൊണ്ട് ബോംബിട്ടതിൻ്റെ ആ ഓപ്പറേഷൻ സിന്ധുവിൻ്റെയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ചുറ്റും അവർ ശത്രുക്കളെ ഉണ്ടായ കൈ തന്നു. ചുറ്റും നേപ്പാൾ വരെ നമ്മുടെ ശത്രുവാണ്. പാകിസ്ഥാനേക്കാൾ ഏറ്റവും വലിയ ശത്രുവായത് ബംഗ്ലാദേശായി മാറി. ആ ഗെയിം അവർ കളിച്ചു കളയും. കാരണം ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ, അല്ലെങ്കിൽ റാഡിക്കൽ ഇസ്ലാം ആണെങ്കിലും, ഒസാമ ബിൻ ലാഡൻ ആണെങ്കിലും, കാശ്മീർ ടെററിസ്റ്റ് ആണെങ്കിലും, അവരെയൊക്കെ ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യും, അതിനുശേഷം ദൂരെ കളയുകയും ചെയ്യും. യൂസ് ആൻഡ് ത്രോ. ഇതാണ് അമേരിക്കൻ ഫിലോസഫി എന്ന് പറയുന്നത്. ആ ഫിലോസഫിയാണ് അവർ ലോകത്ത് മുഴുവൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം അവരെ യൂസ് ചെയ്യും, അവരുടെ ദൂരെ കളയും. ഇതാണ് ഞാൻ പല ആവർത്തി പറഞ്ഞത്, നിങ്ങൾ അമേരിക്കയോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചോണം. അവർക്ക് അവരുടെ താല്പര്യമുണ്ട്. ഇന്ത്യ എന്ന് പറയും 87 ബില്യൺ ട്രേഡ് നടത്തുന്ന അമേരിക്ക, അതൊന്നും അവർക്കൊരു പുല്ല് വിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതിനേക്കാളും ട്രേഡ് നടത്തുന്ന മെക്സിക്കോയും കാനഡ, യൂറോപ്യൻ യൂണിയൻ, അവനെപ്പോലും പോകില്ലെന്ന് പറഞ്ഞവരാ. അതിൻ്റെ കാര്യമെന്ന്, കാരണം അമേരിക്കൻ ട്രേഡ് ഇല്ലാതെ ഈ പറയുന്ന ഒരു വികസിത രാജ്യം, അതായത് വികസിക്കാൻ പോകുന്ന രാജ്യം, ഇന്ത്യ ഉൾപ്പെടെ രാജ്യം, ട്രേഡ് മാത്രമല്ല സപ്പോർട്ട്, അതായത് ഗ്ലോബലായിട്ട് നമുക്ക് കിട്ടേണ്ട പൊളിറ്റിക്കൽ സപ്പോർട്ട്, ഗ്ലോബൽ ഫോറങ്ങളിൽ കിട്ടുന്ന സപ്പോർട്ട്, അത് അമേരിക്ക വിചാരിച്ചാലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫോറങ്ങൾ മുഴുവൻ അവരുടെ കയ്യിൽ. ഈ UN എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു പാട്ടപ്പെട്ടി മാത്രമാണ്. റഷ്യ ഒരു പാട്ട ഡിഫൻസിന്റെ സാധനം ഉണ്ടാക്കുന്ന പോലെ അതേ ഒരു പാട്ടപ്പെട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു യാതൊരു വെയിറ്റേജും ഇവർ കൊടുത്തിട്ടില്ല. അവർക്ക് വേണ്ടി നിന്നോണം. ഇപ്പോൾ ഏറ്റവും രസകരമായ ഒരു കാര്യം പറയാം. ഇപ്പം വെനസ്വേലയുടെ ഇപ്പം നോബൽ സമ്മാനം കിട്ടിയ അവരായിരിക്കും അടുത്ത പ്രസിഡന്റ് എന്നുള്ള ധാരണ എല്ലാ പത്രങ്ങളും, പ്രത്യേകിച്ച് മലയാളം മീഡിയ ഒക്കെ പറഞ്ഞു. ഒരു കൃത്യമായിട്ട് പറയാം, ട്രംപിനും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും ആർക്കാണ് താല്പര്യം, ആരെയാണ് താല്പര്യം, അവരെ കൊണ്ടുവരത്തുള്ളൂ. എന്താണ് ഈ വൈസ് പ്രസിഡന്റുമായിട്ട് നേരത്തെ ഡീല് നടന്നു. അതുകൊണ്ട് അവരെ കൊണ്ട് ഒരു പ്രൊട്ടസ്റ്റോ ഒപ്പോസിഷനൊക്കെ പറയിപ്പിച്ചു എന്നാൽ അവരെയാണ് കൊണ്ടുവരാൻ. റോഡ്രിക്സ് സ്ത്രീയാണ്, അവരെ കൊണ്ടുവരാനാണ് ഇവർക്ക് അമേരിക്കയ്ക്ക് താല്പര്യം. അല്ലെങ്കിൽ മനസ്സിലാക്കുക, വെനസ്വേലയുടെ പട്ടാളത്തെ പോലും 4 ആക്കി കളയും. വെനസ്വേലൻ പട്ടാളം പോലും അവരുടെ കസ്റ്റഡിയിലൊന്നുമല്ല, അമേരിക്കൻ കസ്റ്റഡിയിലാണ്. കാരണം ഒന്നാമത് അവിടെ അതിഭയങ്കരമായ അഴിമതി, നെപ്പോട്ടിസം, ഡ്രഗ്, ഇതിൻ്റെ പണം ഹ്യൂജ് അല്ലേ. ഇതിൻ്റെയൊക്കെ മേലാളായിട്ടിരുന്ന നിക്കോളാസ് മഡ്രോ അമേരിക്കൻ ജയിലിലാണ്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ അവർ ലോകത്താരോടും ചെയ്യും? ഇതൊരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. പല ആൾക്കാരും പല രീതി കാണുമ്പോൾ എന്താണ് ഇസ്രായേൽ ചെയ്തത്? ഇബ്രാഹിം റൈസി ഇറാനിയൻ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് അസർബൈജാനിൽ പോയിട്ട് അവിടെ ഒരു ഡാമിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞ് തിരിച്ച് ചോപ്പറിൽ വരുന്ന സമയത്ത് അയാളെ അടിച്ചിട്ട് ഉറപ്പായിട്ടും ഇസ്രായേൽ അടിച്ചിട്ടു, അമേരിക്കയുടെ പിന്തുണയോടുകൂടി. ഇതൊക്കെ അവർ ചെയ്യും. അതായത് നിങ്ങൾ ലോകത്ത് ഗ്ലോബലായിട്ട് ഫ്ലൈ ചെയ്യുമ്പോൾ
ലോകത്തിൻ്റെ ഏതെങ്കിലും പ്രസിഡന്റ് എവിടെയെങ്കിലും ഫ്ലൈ ചെയ്യുമ്പോൾ അവരെ എങ്ങനെ തട്ടണം. അതുകൊണ്ടാണ് പറഞ്ഞ് ലോകത്ത് ഇത് അവരെവിടെയും ഉണ്ടാക്കും. അത് ഇന്ത്യ എന്നല്ല, ഇപ്പം വെനൂസില എന്നല്ല, മെക്സിക്കോ എന്നല്ല, അവരത് ചെയ്യേണ്ടത് ചെയ്യും. അല്ലെങ്കിൽ ശത്രുത ഉണ്ടായിക്കളയും, അല്ലെങ്കിൽ അടി ഉണ്ടായിക്കളയും. അവരുടെ കാര്യം അവർക്ക് സക്സസ്ഫുള്ളി കൊണ്ടുവരണം. അത് അവരുടെ പൊളിറ്റിക്കൽ അംബീഷനാണ്, അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ഇത്രയും പറഞ്ഞ ചൈനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റി, റഷ്യക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഏത് രാജ്യങ്ങൾ ആരും മിണ്ടുന്നേ ഇല്ലല്ലോ. ഒരു രാജ്യത്ത് എന്തോ ആവട്ടെ, രണ്ടാമത്തെ കാര്യം ആർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. 5000 പേര് സെക്യൂരിറ്റി നിന്ന ഒരു രാജ്യത്തിൻ്റെ പാലസ് അവിടുന്ന് പ്രസിഡന്റിനെ പൊക്കിക്കൊണ്ടുപോയി. ആ രാജ്യത്ത് മുഴുവൻ പിറ്റേ ദിവസം വലിയ ആഹ്ലാദ പ്രകടനം നടന്നു. കാരണം ഇയാളൊരു ഡിക്റ്റേറ്ററായിരുന്നു, ആ രാജ്യത്തെ നശിപ്പിച്ചു. അത് രണ്ടാമത്തെ ഭാഗം. നമ്മൾ ആദ്യത്തെ ഭാഗം നോക്കേണ്ടത്. ആദ്യത്തെ ഭാഗത്ത് അമേരിക്ക സക്സസ്ഫുള്ളായി, അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ലോകത്തിന് മുമ്പ് കാണിച്ചു കൊടുത്തു. നാളെ അവരെന്തും ചെയ്യും, നാളെ ഏത് രാജ്യത്തിൻ്റെ മുകളിൽ അവർ ചെയ്യും. അതായത് ലോകത്ത് സോവറിൻ, അതായത് ഞാനൊരു സ്വതന്ത്ര രാഷ്ട്രമാണ്, ഞാൻ എവിടെ നിൽക്കത്തില്ല, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ പെരുമാറും, അവൻ കയറി ചെയ്യും. അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് അവരുമായിട്ട് എത്രമാത്രം ചേർന്ന് പോകണം, എത്രമാത്രം അകന്നു പോകണം. എതിർത്ത് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് വരെ അവർ പ്രശ്നമുണ്ടാക്കും. 100% ഇന്ത്യക്കകത്ത് നല്ല ലോകത്തെവിടെയും പ്രശ്നമുണ്ടാക്കും. H1B വിസയുടെ ഇഷ്യൂ നിങ്ങൾക്കറിയാം. എവിടുന്ന് എങ്ങോട്ട് ഇത് പോയി. അടുത്ത അവർ കാനഡയെ കൊണ്ട് ജയിപ്പിക്കും. അവിടെയുള്ള ഇന്ത്യക്കാരനോടും പോയിക്കോളാൻ. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതൊക്കെ അവരുടെ മാസ്റ്റർ മൈൻഡ്, അവരുടെ അമേരിക്കൻ ഡിപ്ലോമസി എന്ന് പറയുന്ന പഠിച്ച് മനസ്സിലാക്കേണ്ട സംഭവം. അതൊരു സുപ്രഭാതത്തിൽ ഇരുന്ന് വായിച്ചുകൊണ്ടൊന്നും പിടികിട്ടത്തൊന്നുമില്ല. അവരെങ്ങനെയാണ് പല രാജ്യങ്ങൾക്കെതിരെ എങ്ങനെയാണ് ചെയ്തത്, അത് സംഭവം അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറയാൻ പോകുന്നൊരു സംഭവമുണ്ട്. അതായത് ലോകത്തെ മനസ്സിലാക്കി കൊടുത്തു. അമേരിക്ക സ്ട്രോങ് അഗെയിൻ, അതായത് അമേരിക്ക സൂപ്പർ സ്ട്രോങ് അഗെയിൻ എന്നത് ട്രംപ് ലോകത്തിന് മുമ്പിൽ ഒരു പാകം ഇതൊന്നും തെറ്റുമില്ലാതെ കാണിച്ചു കൊടുത്തു. അതാണ് വെനൂസിലയിലുണ്ടായി. ഇത്രയും വലിയ സൈന്യവും റഷ്യയുടെ സഹായം കിട്ടിയിരുന്ന വെപ്പൺസും ചൈനീസ് വെപ്പൺസും ഒക്കെ വെച്ചുകൊണ്ടിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഏകദേശം 40ഓളം പേര് കൊല്ലപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 160ഓളം എയർക്രാഫ്റ്റുകൾ, അതിൻ്റെ ഹെലികോപ്റ്റർ, ഡെൽറ്റ ഫോഴ്സ്. ഇയാളെ നൈറ്റ് ഡ്രസ്സിലാണ് ഇയാളെ കൊണ്ടുപോകുന്നത്. ഇയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് മുഴുവനും കാണിച്ചു കൊടുത്ത അവിടെ പട്ടാളക്കാരെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, എന്തിനാണ് അസിം മുനീറിനെ പിടിച്ച അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ കൊണ്ടുവന്നതിൻ്റെ കാര്യം അപ്പം മനസ്സിലായിക്കോണം. ഇത് ലോകത്തെല്ലാ രാജ്യങ്ങളോടും അമേരിക്ക കാണിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്ന പല പട്ടാള ഓഫീസേഴ്സിനും പട്ടാളക്കാർക്കും അമേരിക്കൻ ട്രെയിനിങ് എന്ന് പറയുന്ന സാധനം വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും അവർ ഏറ്റവും അലയൻസ് പാർട്ട്ണറുമായിട്ടുള്ള ഒരു രാജ്യം കാണും, അവിടെ കൊണ്ട് ട്രെയിനിങ് കൊടുക്കും. ഇതൊക്കെ അവരുടെ തന്ത്രത്തിൻ്റെ പ്രാധാന്യമാണ്. അതായത് അവരെ ചലഞ്ച് ചെയ്ത് പോകാൻ പറ്റില്ല. ചലഞ്ച് ചെയ്താൽ അവർ ഏത് വഴി ഉപയോഗിക്കും. അവരിൽ 100 കണക്കിന് ഓപ്ഷൻസ് ഉണ്ട്. അതാണ് പറഞ്ഞ് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്കും ചൈന പോലെയുള്ള രാജ്യങ്ങൾക്കും റഷ്യ പോലെയുള്ള രാജ്യങ്ങൾക്കും യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. അവർക്ക് പക്ഷെ അമേരിക്കയുടെ ഓപ്ഷനുണ്ട്. അതെന്ന് പറഞ്ഞു, ഓപ്ഷൻ ഇല്ലാത്ത രാജ്യങ്ങളും ഓപ്ഷൻ ഉള്ള രാജ്യം മാത്രമേ ഓപ്ഷൻ ഒറ്റ രാജ്യമുള്ള അമേരിക്കയ്ക്കേ ഉള്ളൂ. മറ്റുള്ള രാജ്യങ്ങൾക്ക് ആ ഓപ്ഷൻ അത് കൊടുത്തിട്ടില്ല. അവർ കൊടുക്കാത്തതിൻ്റെ കാരണം ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയായിട്ട് ട്രേഡ് നടത്തണം. അമേരിക്കയായിട്ട് ട്രേഡ് നടത്തിയാൽ ഈ രാജ്യങ്ങളുടെ എക്കോണമി പോകും. അമേരിക്ക സാങ്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം തകർന്നു പോകും. ഇത് വെറുതെ ചുമ്മാതെ പറയുന്നതൊന്നും അല്ല. കാരണം ന്യൂക്ലിയർ വെപ്പൺസ് നമ്മൾ ടെസ്റ്റ് ട്രയൽ നടത്തി കഴിഞ്ഞപ്പം പിന്നീടുണ്ടായ 7-8 വർഷം സാങ്ഷൻ, അമേരിക്കൻ സാങ്ഷൻ ഇന്ത്യ പുറകോട്ട് കൊണ്ടുപോയി. അതിപ്പോഴുള്ള കുരങ്ങന്മാർക്കൊന്നും അറിയത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വാജ്പേയി പോയി ഉറപ്പ് കൊടുത്ത്, അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് ഉറപ്പ് കൊടുത്ത്, അതിൻ്റെ പേരിലാണ് ന്യൂക്ലിയർ ബില്ലൊക്കെ നമ്മൾ പിന്നെ സൈൻ ചെയ്യുന്നത്. അതായത് വീണ്ടും ടെസ്റ്റ് നടത്തത്തില്ല, ഫസ്റ്റ് യൂസില്ല, ഇതൊക്കെ എഴുതി കൊടുത്തു. മനസ്സിലാക്കും, മറ്റുള്ള രാജ്യങ്ങളുമായിട്ടല്ല ഒപ്പുവെക്കുന്നത്,
അമേരിക്കയുമായിട്ടാണ് ന്യൂക്ലിയർ ബില്ല് ഒപ്പുവെക്കുന്നത്, UN-ഉമായിട്ടല്ല. അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഉറപ്പ് കൊടുത്താൽ മതി, മറ്റുള്ള രാജ്യങ്ങൾക്ക് ഉറപ്പൊന്നും കൊടുക്കണ്ട. അവർക്ക് ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഉറപ്പ്, അതാണ് ലോകത്തിൻ്റെ ഉറപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്ലോബൽ ഓർഡർ എന്ന് പറയുന്ന, വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കയ്യിലാണ്. അതെടുത്തു മാറ്റാൻ ഒരു മോദി വിചാരിച്ചാലോ ഒരു ഷീ ജിൻപിങ് വിചാരിച്ചാലോ എൻ്റെ ഒരു യൂറോപ്യൻ രാജ്യങ്ങൾ വിചാരിച്ചാലോ ഒരു കോപ്പും നടക്കത്തില്ല. വരാൻ പോകുന്ന 50 വർഷം അല്ലെങ്കിൽ 60 വർഷം അവൻ തന്നെയായിരിക്കും. മറ്റൊരു രാജ്യത്തെ കടന്നു വരാൻ അവർ അനുവദിക്കത്തില്ല. അവരുടെ കൂടെ നിന്ന് വേണമെങ്കിൽ പൊയ്ക്കോണം, അല്ലെങ്കിൽ യു ആർ ഔട്ട്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയ്ക്കകത്ത് ഇന്ത്യയിൽ അമേരിക്കയുമായിട്ടുണ്ടായ പൊളിറ്റിക്കൽ മാറ്റം, അതായത് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധുവിന് ഇപ്പോഴുണ്ടായ മാറ്റം വളരെ വിസിബിളാണ്. പ്രൈം മിനിസ്റ്റർ ഓഫീസിൻ്റെ അകത്ത് വളരെ വിസിബിൾ. എന്തിനാ ഹിരൺ ജോഷി എടുത്ത് മാറ്റിയത്? എന്തിനാ അർണബ് ഗോസ്വാമി എടുത്ത് ദൂരെ കളഞ്ഞത് മോദി ഗവൺമെൻറ്? അടുത്ത വീഡിയോയ്ക്കകത്ത് ആധികാരികമായിട്ട് പറയാം എന്തുകൊണ്ട് എടുത്ത് മാറ്റി, എന്താണ് കാരണം.